പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെലിഗ്രാം ഹാക്കിങ്ങിനെ പറ്റിയുള്ള ചെറിയ വിഷയമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കാരണം ഇപ്പോൾ വ്യാപകമായിട്ട് വല്ലാതെ ടെലിഗ്രാം ഹാക്കിങ് നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ടെലിഗ്രാമിലേക്ക് വരുന്നത് കൊണ്ടാവാം. കാരണം കൂടുതൽ പേരും ടെലിഗ്രാം ഉപയോഗിക്കുന്നത് സിനിമ ഡൗൺലോഡ് ചെയ്യാനും വലിയ വലിയ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ടെലിഗ്രാം ഉപയോഗിക്കുന്നത്. ടെലിഗ്രാമിൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഹാക്കിങ്ങും വല്ലാതെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഹാക്കിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തടയുക? നമ്മുടെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ഹാക്ക് ചെയ്യപ്പെട്ടതിൽ നിന്ന് ഒഴിവാവുക എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ടെലിഗ്രാമിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഉണ്ട്, അതും ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ തൊട്ട് താഴെ തന്നെ കാണാം ആക്റ്റീവ് സെക്ഷൻ എന്നുണ്ട്. ഈ ആക്റ്റീവ് സെക്ഷൻ എന്ത് ചെയ്യുക, ഒന്ന് ഓപ്പൺ ചെയ്യുക. ആക്റ്റീവ് സെക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും നമുക്കിവിടെ എന്ത് ചെയ്യുക, കാണാൻ പറ്റുക. നമ്മുടെ അക്കൗണ്ട് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്, എത്ര സെർവറിൽ ഉപയോഗിക്കുന്നുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെത് ഇവിടെ 2 സെർവർ ഉണ്ട്. കാരണം ഒന്ന് ഡെസ്ക് ടോപ്പ്, ഒന്ന് മൊബൈൽ. ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ അക്കൗണ്ട് ഇതുപോലെ നിങ്ങളറിയാതെ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, എവിടെ നിന്നിട്ടാണ് ഇവർ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്, എവിടെയാണ് തുറന്നിരിക്കുന്നത്, ഇപ്പോൾ ഓൺലൈനിലുണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് ഒഴിവാക്കണം, നമ്മളല്ല ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇത് ഒഴിവാക്കണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഏത് അക്കൗണ്ടാണോ ഒഴിവാക്കേണ്ടത് എന്നുള്ളതുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. കാരണം മേലെ തന്നെ കാണാം ഏത് സെർവറിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഡെസ്ക് ടോപ്പ് ആണെങ്കിൽ ഡെസ്ക് ടോപ്പ്, അല്ലെങ്കിൽ മൊബൈലാണെങ്കിൽ മൊബൈൽ ഇവിടെ കാണിക്കും. അതിൻ്റെ താഴെ ലൊക്കേഷൻ കാണിക്കും. അതിൻ്റെ താഴെ IP നമ്പർ കാണിക്കും. അതിൻ്റെ താഴെ കോൾ ബ്ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതും നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. ഇനി അതൊന്നുമല്ല, ഇത് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ, ഇത് അവരുടെ സെർവറിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടെർമിനേറ്റ് എന്നുണ്ട്. ടെർമിനേറ്റ് സെക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ക്യാൻസൽ ടെർമിനേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വേറെ വരും. ഇതിൽ നമ്മൾ ടെർമിനേറ്റ് കൊടുക്കുക. ഈ ടെർമിനേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെർവറിൽ നിന്ന് നമ്മൾ ഏതിലാണോ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അവരുടെ സെർവറിൽ നിന്ന് ഈ അക്കൗണ്ട് ഡിലീറ്റ് ആവും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഒരു മൊബൈൽ 2 ടെലിഗ്രാം എങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉപയോഗിക്കാം. വളരെ സിമ്പിളാണ്. അതിന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈലിലെ സെറ്റിങ്സിൽ പോവുക. മൊബൈലിലെ സെറ്റിങ്സിൽ പോയിട്ട് അതിൽ അഡ്വാൻസ് ഫീച്ചർ എന്നുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ മെസ്സഞ്ചർ എന്നുണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ടെലിഗ്രാം ഓപ്പൺ ചെയ്യാനുള്ള രണ്ടാമതൊരു ടെലിഗ്രാം ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ കാണിക്കും. ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അവിടെ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റുന്നതാണ്. കാരണം 3 വാട്സപ്പ് എങ്ങനെ ഒരു മൊബൈലിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി പറഞ്ഞതിൽ അതിൻ്റെ കൂടെ ഞാനിതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും.